നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കളഞ്ഞുകിട്ടിയ 5 പവൻ ആഭരണം ഉടമയ്ക്ക് തിരികെ നൽകിയ ശ്രീനന്ദയ്ക്കും അഭിഷേകിനും ഓണനാളിൽ വീടായി. മന്ത്രി എം പി രാജേഷ് പുതിയ വീടിന്റെ താക്കോൽ കൈമാറി. എനിക്ക് ഏറ്റവും അവിസ്മരണീയമായ, ഏറ്റവും സന്തോഷകരമായ ഓണം ഏതാണെന്ന് ചോദിച്ചാൽ ഇനി മുതൽ ഇന്നത്തെ ഓണാണ് എന്ന് പറയും. കാരണം ഇവർക്ക് ഒരു വീട് എന്ന സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ള ദിവസമാണ്. ഈ 2 കുട്ടികളും വളരെ മിടുക്കരും അങ്ങേയറ്റം സത്യസന്ധരുമായിട്ടുള്ള 2 കുട്ടികളാണ്. ഇതൊരു സഹായമോ ഔദാര്യമോ ഒന്നുമല്ല. അവരുടെ സത്യസന്ധതയെ നമ്മൾ അംഗീകരിക്കുകയും അതിന് ആ സന്ദേശം, സത്യസന്ധതയുടെ സന്ദേശം എല്ലായിടത്തും എത്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അഭിനന്ദിക്കാൻ മാഷവരുടെ വീട്ടിലേക്ക്, അന്ന് ഇവർ താമസിച്ച വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് വീട്ടിന്റെ സാഹചര്യമൊക്കെ മനസ്സിലാക്കിയത്. അതൊരു ചെറിയ കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യം, വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് ആ സ്വർണം അത് തങ്ങൾ സൂക്ഷിക്കേണ്ടതല്ല, ഉടമസ്ഥന് തിരിച്ചു കൊടുക്കേണ്ടതാണെന്നുള്ള ബോധമുണ്ടല്ലോ. അത് നമ്മുടെ നാട്ടിൽ അംഗീകരിക്കപ്പെടേണ്ടതും അത് മാനിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതും ഒക്കെയാണ്. വെള്ളിയാങ്കല്ല് പാർക്കിൽ നിന്ന് കളഞ്ഞുകിട്ടിയ 5 പവൻ ആഭരണം ഉടമയ്ക്ക് തിരികെ നൽകിയ പരുതൂർ കുളമുക്ക് സ്വദേശികളായ ശ്രീനന്ദയ്ക്കും അഭിഷേകിനുമാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 2024 ജൂണിലാണ് ഇരുവരും കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം പോലീസിനെ ഏൽപ്പിക്കുകയും തുടർന്ന് ഉടമയിലെത്തിക്കുകയും ചെയ്തത്. പ്രദേശത്തെ പൊതുപ്രവർത്തകനും മുൻ അധ്യാപകനുമായ KC അലി ഇക്ബാലാണ് ഇവരുടെ കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിലെത്തിച്ചത്. തുടർന്ന് കുട്ടികളെ അഭിനന്ദിക്കാൻ പരുതൂരിലെ വീട്ടിലെത്തിയ മന്ത്രി എം പി രാജേഷ് ഇവരുടെ ജീവിത സാഹചര്യത്തെപ്പറ്റി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. നവമാധ്യമത്തിലൂടെ ഇവരെപ്പറ്റി അറിഞ്ഞ മന്ത്രിയുടെ അമേരിക്കയിലുള്ള സുഹൃത്ത് വീടിനുള്ള സഹായം നൽകി. വീട് നിർമ്മിക്കാനുള്ള 5 സെന്റ് സ്ഥലം നാട്ടുകാരനും ഉടുപ്പി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ ഷിനോദ് സൗജന്യമായി നൽകിയതോടെ കുട്ടികളുടെ കുടുംബത്തിന് വീടെന്ന സ്വപ്നം പൂവണിയുകയായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉത്രാടനാളിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകൾ വളരെ സന്തോഷത്തിലാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ വെച്ച് ഏഴിക്കോട് ഉള്ള ചിറങ്കര പ്രദേശത്തുള്ള രമ്യയ്ക്കും അവരുടെ 2 മക്കൾക്കും ഒരു സ്വർണ്ണാഭരണം വീണ് കിട്ടുകയും അത് അവർ ഉടമസ്ഥരെ ഏൽപ്പിക്കുകയും ചെയ്ത ഒരു വാർത്ത നവമാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇത് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ഇക്ബാൽ മാഷ് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ആ പോസ്റ്റ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം പി രാജേഷിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അദ്ദേഹം നേരിട്ട് രമ്യയുടെയും അതുപോലെ തന്നെ കുട്ടികളും താമസിക്കുന്ന വീട്ടിലെത്തി വീട് സന്ദർശിച്ചു കുട്ടികളെയും രമ്യയെയും അഭിനന്ദിക്കുന്ന വാർത്ത ഇതിനു മുമ്പ് വന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം നൽകുന്നതിന് വേണ്ടി ശ്രീ TR ഷിനോദ് പറമ്മൽ എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ഉടുപ്പി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ഷിനോദ് തയ്യാറായി 6 സെന്റ് സ്ഥലം അദ്ദേഹം സംഭാവന ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. ആരോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല. ഇത് സന്തോഷമായിരുന്നു. ഓണത്തിന് വീട് കയറിയില്ലേ, സന്തോഷം. പിന്നെ ഞങ്ങളുടെ സ്ഥിതി കുറച്ച് മോശമായിരുന്നു. ഇപ്പൊ ഈ വീട് കയറിയപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതമാണ് തിരിച്ചു കിട്ടിയത്. ഒരു വീട് ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പ്രവർത്തിച്ച എല്ലാവരോടും. മനസ്സിലും മുറ്റത്തും പൂക്കളം തീർത്ത് മലയാളികൾക്കിന്ന് പൊന്നോണം. തിരുവോണ ദിനത്തിൽ ആഘോഷത്തിന്റെ നിറവിലാണ് നാടും നഗരവും. അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്നാണ്. പക്ഷേ കാർമേഘങ്ങൾ നിറഞ്ഞ തണുത്ത പുലരിയിലേക്കാണ് ഇത്തവണ തിരുവോണ ദിനത്തിൽ മലയാളികൾ കണ്ണു തുറന്നത്. മഴയാണെങ്കിൽ എന്ത്, ഓണമല്ലേ, ആഘോഷത്തിന്റെ പൊലിവ് ഒട്ടും കുറയില്ല. അത്തം മുതൽ തുടങ്ങുന്ന ആഘോഷങ്ങൾ പാരമ്യത്തിലേക്ക് എത്തുകയാണെന്ന്. കാലമെത്ര മാറിയാലും ഓണാഘോഷത്തിന്റെ ശീലങ്ങൾ മാറ്റാനൊക്കുമോ? കള്ളവും ചതിയുമില്ലാത്തൊരു ഭൂതകാലത്തിലേക്കുള്ള മലയാളികളുടെ ഗൃഹാതുരിത യാത്ര കൂടിയാണ് ഓണം. ഓണക്കോടിയെടുത്ത് പൂക്കളമൊരുക്കിയാൽ പിന്നെ അടുക്കളയിൽ സദ്യവട്ടങ്ങളുടെ തിരക്കാണ്. രുചിഭേദങ്ങളുടെ കലവറ തീർക്കുന്ന സദ്യ തൂഷനിരയിൽ തന്നെ വിളമ്പുന്നത് ഒരു ചടങ്ങാണ്.
വിളമ്പുന്നതിനും കഴിക്കുന്നതിനും പ്രത്യേക ചിട്ടവട്ടങ്ങളുമുണ്ട്. അറ്റുപോകാതെ തലമുറകൾ കൈമാറി വരുന്ന ഓണക്കളികളും ആഘോഷത്തിന് നിറം പകരുന്നു. ഓണം കേവലം ഓർമ്മകളുടെ ആഘോഷം മാത്രമല്ല, സ്നേഹവും കരുണയും സാഹോദര്യവും എല്ലാ ദിവസവും കാത്തു സൂക്ഷിക്കണമെന്ന തിരിച്ചറിവ് കൂടിയാണ്. നല്ല ഭൂമിയും നല്ല വായുവും മതിൽക്കെട്ടുകളില്ലാത്ത മനസ്സുകളും ഉള്ളവനോടുള്ള കരുതലും പങ്കുവെക്കലും ഉൾപ്പെടെ മലയാളികളുടെ എക്കാലത്തേക്കുമുള്ള മടങ്ങിവരവും തീർത്ഥാടനവുമാണ് തിരുവോണം. സങ്കടങ്ങളും ദുരിതങ്ങളുമില്ലാത്ത സാഹോദര്യത്തിന്റെ 1000 തിരുവോണങ്ങൾ പുലരട്ടെ എന്ന പ്രതീക്ഷയോടെ എല്ലാ CCTV പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഒരു നാടിനാകെ ഓണസദ്യയൊരുക്കി പട്ടാമ്പി ശങ്കരമംഗലം പടിഞ്ഞാറേക്കര സൗഹൃദ കൂട്ടായ്മ. ജനകീയ ഓണസദ്യ ശ്രദ്ധേയമായി. ശങ്കരമംഗലം പടിഞ്ഞാറേക്കര സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ജനകീയ ഓണസദ്യ ഒരുക്കിയത്. ഒരു നാടാകെ ഓണസദ്യ ഒരുക്കിയായിരുന്നു ഈ കൂട്ടായ്മയുടെ ഓണാഘോഷം. പ്രദേശവാസിയായ രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കിയത്. ഓണവും വിഷുവും പെരുന്നാളും പൂരങ്ങളുമെല്ലാം ഒരുപോലെ ആഘോഷിക്കുന്ന കൂട്ടായ്മ കൂടിയാണ് ശങ്കരമംഗലം പടിഞ്ഞാറേക്കര സൗഹൃദ കൂട്ടായ്മ. പട്ടാമ്പി നഗരസഭ ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങി സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ടവരും ജനകീയ ഓണസദ്യയിൽ പങ്കാളികളായി. സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികളായ KT മാനു, മുഹമ്മദ് ഷാഫി, വാർഡ് കൗൺസിലർ ശ്രീനിവാസൻ, രാമൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. ഞങ്ങൾ ഈ ശങ്കരമംഗലം പ്രദേശത്തെ പടിഞ്ഞാറേക്കര എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടെ വളരെയധികം എല്ലാ ജനങ്ങളും ഒന്നിച്ച് നല്ലൊരു കൂട്ടായ്മയുള്ള സ്ഥലമാണ്. സ്നേഹത്തോടു കൂടി ഒത്തൊരുമിച്ച് ജാതി മതമേന്യ രാഷ്ട്രീയ ഭേദമേന്യ എല്ലാവരും ഒരുമിച്ച് വളരെ വളരെ കാലമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഞങ്ങൾ ഓരോ പരിപാടികളും ആ പ്രദേശത്തെ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അതിനനുസരിച്ചുള്ള പരിപാടികൾ നടത്തുകയും ഓണം, പെരുന്നാൾ, നേർച്ചകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ മുത്തശ്ശേരി പൂരം എന്ന ചുറ്റുപാടുള്ള മറ്റുള്ള ഈ പ്രദേശത്തിന് 4 ഭാഗത്തെ എല്ലാ പരിപാടികളും ഞങ്ങൾ അത് ഇവിടെ ആഘോഷിക്കും. പിന്നെ അത് തന്നെ എല്ലാ സമയത്തും ഞങ്ങളുടെ മറ്റൊക്കെയുള്ള കാര്യങ്ങൾ, രോഗികളുടെ കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ഞങ്ങൾ വളരെ നല്ലതിന് പ്രവർത്തിക്കുന്നതാണ്. ഞങ്ങളുടെ ഇവിടെ ചെറുപ്പക്കാരായ ഷാഫി, അതുമാതിരി പിന്നെ ഞങ്ങളുടെ കൗൺസിലർ, എന്താ പറയുക, ശ്രീനി, ഇങ്ങനെ പോകുന്നവരൊക്കെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നല്ലൊരു എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു ടീമാണ് ഞങ്ങളുടെ ഈ പടിഞ്ഞാറക്കരയിലുള്ളത്. അത്രമാത്രമാണ് ഞങ്ങൾ ഈ കരയിൽ പറയുള്ളത്. ഇപ്പോൾ മുതുതല പെരുമുടിയൂരിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി മത്സരം ഉദ്ഘാടനം ചെയ്തു. പെരുമുടിയൂർ അക്ഷയ പുരാഘോഷ കമ്മിറ്റി ഈങ്ങിയൂർ ഗേറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് 1ാമത് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചത്. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി മത്സരം ഉദ്ഘാടനം ചെയ്തു. സ്വാഗതസംഘം ചെയർമാൻ K. സുകുമാരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം N. നീരജ്, മുതുതല ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ PM ഉഷ, ടാഗ് ഓഫ് വാർ വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി നവാസ്, P. അഭിലാഷ്, P. ഷിനിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മത്സരത്തിൽ വെസ്റ്റ് ഫോർട്ട് പട്ടാമ്പി 1ാം സ്ഥാനവും വിൽക്കിങ്സ് വളാഞ്ചേരി 2ാം സ്ഥാനവും കരസ്ഥമാക്കി. N. നീരജ്, K. സുകുമാരൻ, P. അരുൺ, P. അഭിലാഷ്, C. മണികണ്ഠൻ, P. ഷനിൽ എന്നിവർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിലേക്ക് വിജയത്തിന്റെ 6 അടിയോളങ്ങൾ അനുകൂലമാക്കുന്നു. വീണ്ടും ആവേശ പോരാട്ടത്തിന്റെ കട്ടിൽമാടം ഗംഗോത്രി ഗ്രാമസേവാ സമിതി, ശ്രീ വിവേകാനന്ദ ബാലഗോകുലം എന്നിവ ചേർന്ന് ഉത്രാടം നാളിൽ ഓണാഘോഷം നടത്തി. രാവിലെ മുതൽ മാവേലി നഗറിൽ വെച്ച് വിവിധ മത്സരങ്ങളും തിരുവാതിരക്കളിയും മറ്റ് കലാപരിപാടികളും നടന്നു. വൈകിട്ട് നടന്ന പൊതുപരിപാടിയിൽ പ്രശസ്ത സിനിമ സീരിയൽ താരങ്ങളായ വിജയൻ ചാത്തന്നൂരും രജനി മുരളിയും മുഖ്യാതിഥികളായി പങ്കെടുത്തു. RSS ഒറ്റപ്പാലം ജില്ലാ സേവാ പ്രമുഖ് രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ നിർധനരായ 110-ൽ പരം കുടുംബങ്ങൾക്ക് അരി വിതരണവും പ്രദേശത്തെ കർഷകരെയും കർഷക തൊഴിലാളികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ശ്രേഷ്ഠ വ്യക്തികളെയും ആദരിക്കലും നടത്തി. SSLC, +2, LSS, USS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. തുടർന്ന് ഓണക്കൂപ്പൺ സമ്മാന നറുക്കെടുപ്പും നടന്നു. P. പരമേശ്വരൻ നായർ അധ്യക്ഷനായ ചടങ്ങിൽ അരവിന്ദൻ, വിജേഷ്, രാജേഷ്, സുരേഷ്, വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. പഠിച്ച വിദ്യാലയത്തിൽ തന്നെ അധ്യാപകരായി സേവനമനുഷ്ഠിച്ചതിൻ്റെ ആത്മസായുജ്യത്തിൽ അധ്യാപക ദമ്പതികൾ. പഴഞ്ഞി മൂലേപ്പാട്ട് സ്വദേശികളായ ജോബുട്ടി, മേരി രാജി ദമ്പതികൾ തലമുറകളുടെ ജീവിതത്തിൽ അക്ഷരവെളിച്ചം പകർന്ന ശ്രേഷ്ഠരായ ഗുരുനാഥരാണ്. പെങ്ങാമുക്ക് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും പിന്നീട് ഇതേ വിദ്യാലയത്തിൽ അധ്യാപകരുമായതിൻ്റെ അപൂർവതയുണ്ട് ഈ ദമ്പതികൾക്ക്.
വിദ്യാർത്ഥികളായി ഒരേ സ്കൂളിൽ പഠിച്ച ഇവർ പിന്നീട് ജീവിത പങ്കാളികളായി മാറി. പഴഞ്ഞി, കാഞ്ഞിരമുക്ക്, കൊള്ളന്നൂർ, മൂലേപ്പാട്ട്, ചേറപ്പൻ, തേത്തു ദമ്പതിമാർക്ക് കൃഷിയിൽ അധ്വാന ജീവിതം നയിക്കുമ്പോഴും മക്കളെ പഠിപ്പിച്ച് മുന്നോട്ട് നയിക്കണമെന്നതായിരുന്നു സ്വപ്നം. മൂത്ത സഹോദരി മോളുകുട്ടി അധ്യാപികയായിരുന്നു. ഇവരുടെ പാത പിൻപറ്റിയാണ് ജോബുട്ടി പിന്നീട് അധ്യാപകനായത്. കാഞ്ഞിരമുക്ക് LP സ്കൂൾ, പെങ്ങാമുക്ക് ഹൈസ്കൂൾ, ശ്രീകൃഷ്ണ കോളേജ്, ഫറൂഖ് B.Ed കോളേജുകളിലെ പഠനശേഷം 1976 പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ ബയോളജി അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. 31 വർഷത്തെ സേവനത്തിനുശേഷം മാഷ് 2007 വിരമിച്ചു. പെങ്ങാമുക്ക് പുലിക്കോട്ടിൽ ചാക്കോരു എളച്ചാർ ദമ്പതിമാരുടെ 3 പെൺമക്കളിൽ മൂത്ത മകളായ മേരി രാജി അധ്യാപികയായ മാതാവിൻ്റെ ജീവിതം ഹൃദയത്തിൽ പ്രകാശമായി പകർത്തിയാണ് ആ പാത പിന്തുടർന്ന് സ്കൂളിലെ ഗണിതാധ്യാപികയായത്. 1981 താൻ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ച പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ ഗണിതാധ്യാപികയായി സേവനം തുടങ്ങിയത്. 34 വർഷത്തെ സേവനത്തിനിടെ 2 തവണ പ്രധാനാധ്യാപിക തസ്തിക നിരസിച്ച് മറ്റധ്യാപകർക്ക് അവസരം നൽകിയ ഈ അധ്യാപിക 2015 വിരമിച്ചു. ക്ലാസ് മുറികളിൽ ഗണിതാധ്യാപികയുടെ അക്കങ്ങളും ജീവശാസ്ത്രം അധ്യാപകൻ്റെ ജീവൻ്റെ പാഠങ്ങളും പുസ്തകങ്ങൾക്കപ്പുറം വിദ്യാർത്ഥികളുടെ ജീവിതങ്ങളിലേക്ക് അനന്തമായി ഒഴുകിയ സ്നേഹത്തിൻ്റെ പാഠങ്ങളായിരുന്നു. പഠിച്ച വിദ്യാലയത്തിലെ അധ്യാപനം ശ്രേഷ്ഠമായ അനുഭവമായിരുന്നുവെന്ന് മേരി രാജി ടീച്ചർ പറഞ്ഞു. അവര് വരികയെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങളായിട്ടും ഫോറിനായിട്ടുള്ള സാധനങ്ങളായിട്ടും ഇതിലെല്ലാം ഇവിടെ ഇഷ്ടംപോലെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവരുടെ ഓർമ്മയ്ക്കുള്ള സാധനങ്ങളും ഇഷ്ടംപോലെ വരും. വിദ്യാർത്ഥികൾ വരാത്തൊരു മാസം ഉണ്ടാവില്ല. ആരെങ്കിലും എവിടെന്നെങ്കിലും അന്വേഷിച്ച് പിടിച്ചെത്തിണ്ടാവും. ഒരുപാട് ശിക്ഷകരുണ്ട്. അതുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഉള്ള സന്തോഷം. അതാ മക്കളേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളെ ഞങ്ങൾ തന്നെ പോഷിപ്പിച്ച് കൊണ്ടാക്കണം എല്ലാ കാര്യത്തിനും. ഇനിയിപ്പോൾ പിള്ളേരില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും എത്തിക്കണതും ഒക്കെ അവരെ വിളിച്ച് പറഞ്ഞാൽ മതി, എല്ലാം എത്തിച്ചു തരുള്ളൂ. ഒരു കാര്യത്തിന് എനിക്ക് ഇവിടുന്ന് ഇറങ്ങണ്ട. വലിയ സന്തോഷമാണ്. അവരെ പറയാനാണ് 100 നാവ് എന്ന് പറയില്ലേ. വിശ്രമജീവിതം നയിക്കുമ്പോഴും പലവിധ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് ഇവർ. പഴഞ്ഞി സെൻറ് മേരീസ് നഗറിലെ വീട്ടിലുള്ള പൂന്തോട്ട പരിപാലനമാണ് ഇപ്പോഴത്തെ ഹോബി. തിരുവോണവും നബിദിനവും അധ്യാപക ദിനവും ഒരുമിച്ചെത്തിയ നാളിൽ പഴയ അധ്യാപന ജീവിതത്തിൻ്റെ അനർഘ നിമിഷങ്ങളുടെ നിർവൃതിയിൽ കഴിയുകയാണ് ഈ ഗുരുനാഥർ. ചങ്ങരംകുളത്ത് ചാലിശ്ശേരി സ്വദേശി അബൂക്കയുടെ നേന്ത്രപ്പഴ കച്ചവടം 4.5 പതിറ്റാണ്ട് പിന്നിട്ടു. ചങ്ങരംകുളം ജംഗ്ഷൻ ഓട്ടോ പാർക്കിനരികിൽ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിലേറെയായി ചാലിശ്ശേരി മണ്ണാറപ്പറമ്പ് പുളിയൻതറയിൽ അബൂക്കയുടെ നേന്ത്രപ്പഴ കച്ചവടത്തിന് ചങ്ങരംകുളത്തിൻ്റെ ഓണസ്മരണകളുടെ നിറവും പഴക്കവുമുണ്ട്. സ്ഥിരമായി പഴം വിൽപ്പന നടത്തുന്ന ഇദ്ദേഹത്തിന് ഓണനാളുകളിലാണ് കൂടുതൽ കച്ചവടം നടക്കുന്നത്. ഉത്രാട ദിനത്തിലും പഴം വില കുറച്ചാണ് വിൽപ്പന നടത്തിയത്. വിലക്കുറവ് വന്നതോടെ ഓരോ ഓണത്തിലും അബുക്കയുടെ കടയിൽ ആളുകളുടെ തിരക്ക് പതിവാണ്. വ്യാഴാഴ്ച ഉത്രാടപ്പകലിൽ 1.5 ടൺ നേന്ത്രപ്പഴമാണ് അബുക്ക വിൽപ്പന നടത്തിയത്. കിലോയ്ക്ക് 40 രൂപ നിരക്കിൽ ചില്ലറ വിൽപ്പന നടത്തി. മുഴുവൻ കുലകൾ വാങ്ങുന്നവർക്ക് കിലോയ്ക്ക് 35 രൂപ നിരക്കിൽ കൊടുത്തു. വിലക്കുറവിൽ നൽകുക തന്നെയാണ് അബുക്കയുടെ യഥാർത്ഥ ഓണസമ്മാനം. തിരുവോണനാളിലും നേന്ത്രപ്പഴം വിൽപ്പന ഏറെ നടക്കും. എന്നാൽ കാലാവസ്ഥ കച്ചവടത്തെ കുറച്ചു ബാധിച്ചു. എങ്കിലും അബുക്കയുടെ ചിരിയും വിശ്വാസവും വാങ്ങാനെത്തുന്നവർക്ക് ആത്മസന്തോഷമാണ്. മക്കളായ അനു, ആഷിഖ് എന്നിവർ ഉപ്പയോടൊപ്പം നിന്ന് അധ്വാനവും സത്യസന്ധതയും ജീവിത പാഠമാക്കുന്നു. ചങ്ങരംകുളത്തെ അബുക്കയുടെ പഴക്കച്ചവടം അറിയാത്തവർ വളരെ കുറവാണ്. ചിരിച്ചാണ് സംസാരിക്കുക, വിലക്കുറവിൽ നൽകുക, എല്ലാവരുമായി ഏറെ സൗഹൃദം. അതാണ് അബുക്കയെ പ്രിയപ്പെട്ടവനാക്കുന്നത്. ഓണക്കാലത്ത് വീടുകളിലേക്ക് പഴത്തിന്റെ മണമൊഴുകുമ്പോൾ മനുഷ്യരുടെ മനസ്സുകളിൽ ചങ്ങരംകുളത്തെ അബുക്കയുടെ കച്ചവടവും ഒരു ഓണപ്പാട്ട് പോലെ നാടിന്റെ ഓർമ്മകളിൽ നിലനിൽക്കുന്നു. വല്ലപ്പുഴ മൂച്ചിങ്ങൽ ബ്രദേഴ്സ് ആൻഡ് സിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വല്ലപ്പുഴ ചെറുകോട് മൂച്ചിങ്ങൽ ബ്രദേഴ്സ് ആൻഡ് സിറ്റി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചത്. പൂക്കള മത്സരത്തോടു കൂടിയായിരുന്നു ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഓണപ്പാട്ട് മത്സരം, ക്യാരംസ് ബോർഡ്, ചെസ് ബോർഡ്, കസേരക്കളി, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, സ്പൂൺ റേസിംഗ്, വാട്ടർ പാസിംഗ്, തീറ്റ മത്സരം, തക്കാളി ഡാൻസ്, വടംവലി തുടങ്ങിയ മത്സരങ്ങളെല്ലാം ആഘോഷ പരിപാടിയുടെ ഭാഗമായി നടന്നു. വൈകിട്ട് പ്രദേശത്തെ 20ഓളം വരുന്ന അമ്മമാരുടെ കൈകൊട്ടിക്കളി, കുട്ടികളുടെ നൃത്ത പരിപാടികൾ, കൃഷ്ണകുമാറും കൃഷ്ണപ്രസാദും നയിച്ച ഗ്രാമകല, നാടൻ പാട്ടുകൾ, കലാരൂപങ്ങൾ, ദൃശ്യവിസ്മയം എന്നിവയെല്ലാം ആഘോഷത്തിന് മാറ്റേകി. ुट्ट कैया वाली नगर
മുടി കെട്ടി കാണിച്ചിട്ട് കണ്ടം കടന്ന് നീയാട് കാച്ചിലമ്മിന്റെ താളമുയരുമ്പോൾ അമ്മ ഭഗവതിയാട് കണ്ണാരം താളത്തിൽ പാട്ടു വരുമ്പോൾ അമ്മയ്ക്കു നീരാട്ടേ നീരാട്ടേ പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കൂണം തുടിതാളം മഴയുടെ നേരം നീക്കും നരവനതാളം. ചാലിശ്ശേരിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ ചാലിശ്ശേരി പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. മേഴത്തൂരിൽ നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നും ഇറങ്ങി വരികയായിരുന്ന മറ്റൊരു ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊപ്പത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം. 2 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. കൊപ്പത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. 2 പേർക്ക് പരുക്കുപറ്റി. വെള്ളിയാഴ്ച രാവിലെ 7:30 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. കൊപ്പം നക്ഷത്ര ബാറിന് സമീപത്തെ വൈദ്യുതി പോസ്റ്റിലാണ് നിയന്ത്രണം വിട്ട ബസ് ഇടിച്ചത്. പരിക്കേറ്റവരെ തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി ഭാഗത്തു നിന്നും പെരിന്തമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന തവക്കൽ എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.